തീവണ്ടിയുടെ ശബ്ദം കേട്ടാൽ ഓടി ഒളിക്കുന്ന കുഞ്ഞ് തനിയെ റെയിൽവേ തിട്ട കയറുമോ? അമ്പലപ്പുഴയിലെ 1.5 വയസ്സുകാരന്റെ ദാരുണാന്ത്യത്തിൽ ദുരൂഹതയുയർത്തി നാട്ടുകാരുയർത്തുന്ന ചോദ്യം ഇതാണ്. കക്കാഴത്ത് ട്രെയിൻ തട്ടി ദിനവ് മരിച്ച സംഭവത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് പോലീസാണ്. മകന്റെ വിയോഗത്തിൽ ബോധം കെട്ടുവീണ അച്ഛനും ആശുപത്രിയിൽ തുടരുന്നു. അമ്പലപ്പുഴയിൽ ആണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. അമ്പലപ്പുഴ കക്കാഴത്ത് വീടിന് സമീപത്തെ റെയിൽവേ പാളത്തിൽ ട്രെയിൻ തട്ടി 1.5 വയസ്സുകാരൻ ദാരുണമായി മരിച്ച സംഭവത്തിൽ കടുത്ത സംശയങ്ങളും ദുരൂഹതകളും ഉന്നയിച്ച് നാട്ടുകാരും സമീപവാസികളും. കാക്കാഴം പുതുവൽ സ്വദേശികളായ വിനീതിന്റെയും സൂര്യയുടെയും ഏക മകനായ ദ്രിനവാണ് ഇന്നലെ കൊല്ലം മെമു ട്രെയിൻ തട്ടി ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്നാൽ സ്വന്തം വീട്ടിൽ വെച്ചായിരുന്നില്ല കുട്ടി അപകടത്തിൽപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ കുഞ്ഞിനെ അമ്മൂമ്മയുടെ വീട്ടിലാണ് ഏൽപ്പിക്കാറുള്ളത്. അമ്മൂമ്മയുടെ അടുത്തുള്ള അയൽവാസികളാണ് കുഞ്ഞിനെ കൂടുതൽ സമയവും പരിചരിക്കുകയും നോക്കുകയും ചെയ്തിരുന്നത്. ഈ വീടും തൊട്ടടുത്തുള്ള റെയിൽവേ പാളവും തമ്മിൽ വെറും 30 മീറ്ററിൽ താഴെ മാത്രമാണ് അകലമുള്ളത്. എന്നാൽ റെയിൽവേ പാളത്തിലേക്ക് കയറണമെങ്കിൽ ഉയർന്ന തിട്ട കയറേണ്ടതുണ്ട്. കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് തനിയെ തിട്ട വലിഞ്ഞു കയറാൻ കഴിയില്ല എന്നാണ് അയൽവാസികളും നാട്ടുകാരും ഉറപ്പിച്ചു പറയുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സ്വന്തം കണ്ണൊന്ന് തെറ്റിയ നിമിഷത്തിനുള്ളിലാണ് കുട്ടിയെ കാണാതായതെന്നും കുട്ടിയെ നോക്കിയിരുന്ന അയൽവാസി വ്യക്തമാക്കുന്നു. 1.5 വയസ്സുകാരനായ കുട്ടി വേഗത്തിൽ നടക്കുമായിരുന്നു എന്നത് സത്യമാണെങ്കിലും ഇത്രയും ഉയർന്ന തിട്ട സ്വയം കയറി പോകുമെന്ന് കരുതാൻ കഴിയില്ലെന്നും കുട്ടി ഇതുവരെ അത്തരത്തിൽ ഉയർന്ന ഭാഗങ്ങളിലേക്ക് കയറുന്നത് കണ്ടിട്ടില്ലെന്നും ഇവർ പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞു. ഇതിനു പുറമെ കുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യവും അയൽവാസിയെ സ്ത്രീ വെളിപ്പെടുത്തുന്നുണ്ട്. ട്രെയിനിന്റെ ശബ്ദം കേട്ടാൽ തന്നെ ഭയന്ന് വിറച്ച് വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്ന സ്വഭാവമായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്നത്. ട്രെയിനിനോട് ഇത്രയും അധികം ഭയമുള്ളൊരു കൊച്ചുകുട്ടി വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പാളത്തിലേക്ക് ഓടിക്കയറിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവർ ഉയർത്തുന്ന പ്രധാന സംശയം. കുഞ്ഞിന്റെ അപ്രതീക്ഷിതവും ദാരുണവുമായ മരണവാർത്ത അറിഞ്ഞതോടെ കുഴഞ്ഞു വീണ പിതാവ് വിനീതിനെ അതീവ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഏക മകന്റെ വേർപാടിൽ തകർന്നുപോയ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബന്ധുക്കളും നാട്ടുകാരും കണ്ണീരിലുമാണ്. കുഞ്ഞിന്റെ മൃതദേഹം നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയും സംസ്കാരം നടത്തുകയും ചെയ്യും. എന്നാൽ കേവലം ഒരു അപകട മരണമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും 1.5 വയസ്സുകാരൻ എങ്ങനെ പാളത്തിൽ എത്തിയെന്നതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. എന്നാൽ പോലീസ് ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അതായത് കുട്ടി പാളത്തിലേക്ക് ഓടിക്കയറുന്നത് ലോക്കോ പൈലറ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ട്രെയിനിന്റെ വേഗത കുറയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്നും പക്ഷെ അതിന് സാധിച്ചില്ല എന്നതുമാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന മൊഴി. അതായത് പോലീസ് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഈ മരണത്തിൽ ദുരൂഹതയൊന്നും ഇല്ല എന്നാണ് പോലീസ് ആവർത്തിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്.